5 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിന് ഒടുവിലാണ് കോഴിക്കോട് നഗരത്തെ നടുക്കിയ തീ അണച്ചത്. വൈകിട്ട് 5:15ഓടെയാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് മറ്റ് കടകളിലേക്കും തീ പടർന്നു. സമീപത്തെ PRC മെഡിക്കൽ ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. മലബാറിലെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ 20-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണച്ചത്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഉത്തരം കിട്ടേണ്ട ഒരുപാട് ദുരൂഹതകൾ ഇതിൽ ബാക്കിയുണ്ട്. കോഴിക്കോടിനെ മുൾമുനയിൽ അക്ഷരാർത്ഥത്തിൽ നിർത്തിയ ഒരു തീപിടുത്തം തന്നെയായിരുന്നു. അവിടുത്തെ പ്രദേശവാസികൾ തന്നെ ഈ കെട്ടിടത്തിന്റെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉന്നയിക്കുന്നുമുണ്ട്. നമ്മളുടെ മോർണിംഗ് ഷോയിൽ തന്നെ അവരത് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് കോഴിക്കോട് മേയർ മാധ്യമങ്ങളെ കണ്ടത്. ഒരു ചോദ്യത്തിനും മേയറുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. അന്വേഷിക്കും എന്ന് മാത്രമായിരുന്നു മറുപടി. അന്വേഷിക്കണം, പക്ഷേ ആ ഒരു ഉത്തരം കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകാൻ കോർപ്പറേഷനും സാധിക്കില്ലല്ലോ. തീർച്ചയായും ഗൗരവതരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത്ര വലിയ തീപിടുത്തം നടന്നത്. നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായും ഈ കെട്ടിടത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ താഴത്തെ നില പോലെ തന്നെ വിശാലമായ വരാന്തകളുള്ള എല്ലാവർക്കും കയറിയിറങ്ങേണ്ട സൌകര്യങ്ങളുള്ള ഒരു കെട്ടിടമാണ്. അതിന്റെ 1ാം നില ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടച്ചു കെട്ടി ഈ ടെക്സ്റ്റൈൽ ഉടമ സ്വന്തമാക്കി എന്നതാണ് ഏറെ അതുകൊണ്ട് ഒരു തീപിടുത്തമുണ്ടായപ്പോൾ അതുവഴി ആളുകൾക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അഗ്നിശമന സേനയിലെ അംഗങ്ങൾക്ക് അതിലെ കൃത്യമായി സഞ്ചരിച്ച് തീ അണയ്ക്കുന്നതിനോ ഉള്ള സൌകര്യമുണ്ടായില്ല. മറിച്ച് എല്ലാ വശങ്ങളും അടച്ചുകെട്ടി വെച്ചതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം പോലും പമ്പ് ചെയ്യാനുള്ള സൌകര്യങ്ങൾ ലഭിക്കാതെ വന്നിരുന്നു. ഒരു വിശാലമായ മേഖല പൂർണ്ണമായി തന്നെ കെട്ടിയടച്ച് എയർ കണ്ടീഷൻ സംവിധാനമായി മാറ്റിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഷട്ടറിന്റെ പുറത്തേക്കുള്ള ഭാഗം പൂർണ്ണമായും ആളുകൾക്ക് നടക്കാനും മറ്റു പൊതു പാസേജായി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവയൊക്കെ അടച്ചുകെട്ടി സ്വന്തമാക്കിയിരിക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഏറെ വൈകിയും ഏതാണ്ട് 5-6 മണിക്കൂറോളം തീകെടുത്താനായി അഗ്നിശമന സേനാ അംഗങ്ങൾ ഭഗീരഥ പ്രയത്നം നടത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്ന് ഇതിനകം തന്നെ മന്ത്രിയും മേയറും ഒക്കെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്താണ് ഇത്തരത്തിൽ ഈ അനധികൃത നിർമ്മാണങ്ങൾക്ക് അനുമതി കൊടുത്തത്, അല്ലെങ്കിൽ അനുമതി ലഭിക്കാതെയാണോ ഇത്തരത്തിൽ ഈ കെട്ടിടം ഈ വിധം ഉപയോഗിച്ചത്? ഇത്തരത്തിൽ കെട്ടിടം ഈ തരത്തിൽ ഉപയോഗിക്കുമ്പോഴും ഇത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരോ നഗരസഭയോ കോർപ്പറേഷനൊക്കെ അറിയാതെ പോയി എന്നതിനെക്കുറിച്ചുള്ള ഗൌരവമുള്ള ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് കോർപ്പറേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പരിശോധിക്കും. ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ചയുണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിലുണ്ടാവും. നഗരത്തിലെ കെട്ടിടങ്ങളിൽ കൃത്യമായ സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കും. ഇത്തരത്തിൽ വലിയൊരു അപകടം നടക്കുമ്പോൾ അവിടേക്ക് അഗ്നിശമന സേനാംഗങ്ങൾക്ക് എത്താൻ പോലും കഴിയാതെ വരിക, അല്ലെങ്കിൽ നഗരഹൃദയത്തിലുള്ള കെട്ടിടത്തിലേക്ക് കൃത്യമായി വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാതെ വരിക എന്നത് അങ്ങേയറ്റം ഗൌരവമുള്ള സാഹചര്യമാണ് എന്ന് തന്നെ മേയർ പറയുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും. സർക്കാർ തലത്തിൽ ഇന്നലെ തന്നെ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് അന്വേഷണം നടത്തി 2 ദിവസത്തിനുള്ള റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അന്വേഷണം നടക്കുകയാണ്. മറുവശത്ത് ഫയർ ഒക്കറൻസ് ആക്ട് പ്രകാരം പോലീസും അസ്വാഭാവികമായ ഈ സംഭവത്തിന് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണവും നടക്കുന്നു. ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും പരിശോധനയൊക്കെ അടക്കം ഇവിടെ അധിക വൈകാതെ നടക്കും. എന്തായാലും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാതിരുന്നതാണ് ആൾനാശമടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർമാരിൽ ഒരാളാണ് ഈ മുകുന്ദൻ എന്ന ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചരക്ക് ഉണ്ട്. ഏതാനും ആഴ്ചകൾ മാത്രമാണ് ഇനി സ്കൂൾ തുറക്കാനുള്ളത്. അതുകൊണ്ട് വിപുലമായ ഒരു ശേഖരമാണ് തുണികളുടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. ഇതിന്റെ തൊട്ട് അടുത്തുള്ള കാലിക്കറ്റ് ടവർ എന്ന ഫാഷൻ സ്റ്റോർ എന്ന സ്ഥാപനവും അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ തന്നെയാണ്. എന്തായാലും ഈ കെട്ടിടത്തിന് തീപിടിച്ച പശ്ചാത്തലത്തിൽ അവിടെ നിന്നും തൽക്കാലം ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടെയും ഇന്ന് കച്ചവടം നടക്കില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാവും ഈ കെട്ടിടം ഇനി സാധാരണ നിലയിലേക്ക് മാറ്റുക. ആര്യ, തീർച്ചയായും അനീഷ് തുടരുക. അനീഷിലേക്ക് മടങ്ങിയെത്താം. നേരത്തെ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല.
ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, മേയർ സൂചിപ്പിച്ച ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോഴിക്കോടെ പഴയ കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ നിരന്തരം തീപിടുത്തം ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്, സംഭവങ്ങൾ എപ്പോഴും കാണാറുള്ളതാണ്. അത് ഇനിയുള്ള സമയത്തെങ്കിലും മറ്റവിടെയുള്ള എല്ലാ പഴയ കെട്ടിടങ്ങളിലും മേയർ സൂചിപ്പിച്ചതുപോലെ ഒരു ഫയർ ഓഡിറ്റിംഗ് നടത്തണം. അതിനുള്ള ഒരു സൂചന കൂടിയായിട്ട് ഈ ഒരു വലിയ തീപിടുത്തത്തെ കാണേണ്ട സാഹചര്യം കൂടിയാണ്, അല്ലേ? അങ്ങനെ തന്നെ വേണം. കാരണം ഈ സ്ഥിരമായി തീപിടുത്തം ഉണ്ടാവുന്ന ഇടമായിരുന്നു മിഠായിത്തെരുവ്. മിഠായിത്തെരുവിൽ പല തവണ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ മറ്റ് വൻ നഗരങ്ങളെ അപേക്ഷിച്ച് ചെറുകിട കച്ചവടക്കാർ അല്ലെങ്കിൽ ഇടത്തര കച്ചവടക്കാർക്കൊക്കെ വലിയ സ്വാധീനമുള്ള അത്തരം കടകളിൽ നന്നായി ആളുകൾ എത്തുന്ന അത്തരം ഒരുപാട് കടകളുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ട് പലപ്പോഴും ഒരു കോംപ്ലക്സിൽ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നൂറുകണക്കിന് കടകളുള്ള കോംപ്ലക്സുകൾ പോലും ഈ 100-ലധികം കടകളുള്ള കോംപ്ലക്സുകൾ പോലും ഈ നഗരത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം ഇടത്തൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ കാര്യക്ഷമമായി അധികൃതർക്ക് ഇടപെടാൻ കഴിയില്ലാതെ വരിക എന്നത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇന്നലെ അത്തരത്തിൽ ഒരു സുരക്ഷാ ഓഡിറ്റിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമാണ് ഉണ്ടായതെന്ന് മേയർ തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് നഗരത്തിലെ വലിയ കെട്ടിടങ്ങളിലും ചെറിയ കെട്ടിടങ്ങളിലും ഒക്കെ അടക്കം ഒരു ഫയർ ഓഡിറ്റ് നടത്തുക എന്ന ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ വൈകാതെ ഉണ്ടാവും. എന്തായാലും ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോർപ്പറേഷന്റെ ചേരുന്നുണ്ട്. അതിനുശേഷം അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്കുള്ള ഉത്തരവ് ഇറങ്ങും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ അനധികൃത നിർമ്മാണങ്ങൾ ഇങ്ങനെ നിർബാധം നടക്കുമ്പോഴും അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിൽ ഇത്ര മേൽ അടച്ചു കെട്ടി പുറത്തുനിന്നും ഒരു വായു പോലും അകത്തേക്ക് കടക്കാനാവാത്ത വിധം സ്വന്തമാക്കിയെടുക്കുമ്പോഴും എന്തുകൊണ്ട് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലോ ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. അതുകൊണ്ട് ഈ നിർമ്മാണങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ചുള്ള ഒരു പരിശോധന വരും. കേവലം ഈ സ്ഥലത്തെ പരിശോധന മാത്രമല്ല, മറ്റ് വലിയ കെട്ടിടങ്ങളിലും സമാനമായ രീതിയിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊരു പരിശോധനയും വേണ്ടിവരും. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, തുടരുക. നേരത്തെ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായതെന്ന് കണ്ടെത്തി നടപടിയെടുക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേട്ടുവരാം. ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളോട് അവർ പറയാൻ വേണ്ടി പറഞ്ഞു. നഗരസഭയും ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേർന്ന് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സർവതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചക്കിടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. MS അനീഷ് കുമാർ സ്പോട്ടിൽ നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, ആളപായം ഭാഗ്യവശാൽ ഉണ്ടായില്ലെങ്കിലും ഒരുപാട് പേരുടെ ജീവിതം കൂടിയാണ് അവിടെ കത്തി നശിച്ചത്. ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. 75 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതാണ് പ്രാഥമികമായ വിലയിരുത്തൽ പോലും. ഈ വിഷയത്തിൽ എന്തായാലും ഈ കെട്ടിടം പുനർനിർമ്മിച്ചു നൽകുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള സാഹചര്യമുണ്ടോ? അത്തരമൊരു നിലപാടിലേക്ക് കടന്നിട്ടില്ല ഈ ഘട്ടത്തിൽ. അതായത് കെട്ടിടത്തിന്റെ സമഗ്രമായ പരിശോധനകൾ ഇനി നടക്കേണ്ടതുണ്ട്. സുരക്ഷാ പരിശോധനകൾ പ്രത്യേകിച്ചും ഫയർഫോഴ്സിന്റെയും ഒപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും PWDയുടെയും ഒക്കെ ഉള്ള പരിശോധനകൾ ഇനി നടക്കണം. ഈ പരിശോധനകൾ നടന്ന ശേഷം കെട്ടിടത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭ്യമാക്കിയ ശേഷം മാത്രമേ ഈ കെട്ടിടത്തിൽ ഇനി വീണ്ടും കച്ചവടം നടക്കാൻ സാധ്യതയുള്ളൂ. വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഈ കെട്ടിട ഉടമയ്ക്ക് ഉണ്ടായി എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം കേരളത്തിലെ തന്നെ യൂണിഫോമിന്റെ ഏറ്റവും വലിയ
വിതരണക്കാരിൽ ഒരാളായിരുന്നു ഈ മുകുന്ദൻ എന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ. അദ്ദേഹം കോവിഡ് കാലത്തൊക്കെ വലിയ തിരിച്ചടികൾ കിട്ടിയ ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയായിരുന്നു. അതിനുശേഷമാണ് സർവ്വശക്തി സംഭരിച്ച് എല്ലായിടത്തു നിന്നും പണം സമ്പാദിച്ച് ഒരുപാട് വായ്പ എടുത്തും സ്വന്തം സ്ഥലങ്ങളും മറ്റുമൊക്കെ വിറ്റുമൊക്കെയാണ് അദ്ദേഹം ഈ സ്കൂൾ സീസണിന് വേണ്ടിയുള്ള സ്റ്റോക്ക് ഇവിടെ സംഭരിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഫാഷൻ ബസാർ എന്ന പേരിൽ ഒരു ഔട്ട്ലെറ്റുമുണ്ട്. ഒപ്പം ഇവിടെ നിന്നും മൊത്ത വില ക്രമത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യൂണിഫോം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ ഒരു അളവിൽ 75 കോടിയൊക്കെ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തുകയുടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം 100-150 മീറ്ററിലധികം വരുന്ന ആ ഒന്നാം നില കെട്ടിടത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഈ യൂണിഫോം സംഭരിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ റാക്കുകൾ, ഇത്തരത്തിലുള്ള റാക്കുകളിലാണ് ഈ തുണി ശേഖരിച്ചിരുന്നത്. അങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ റാക്കുകളിലും ഈ ഷട്ടറിട്ട സ്ഥലത്തിന് പുറമെ വരാന്തയായി നിശ്ചയിക്കപ്പെട്ടിരുന്ന സ്ഥലം കൂടി മറച്ച് കെട്ടിയെടുത്ത് അവിടെയും ഈ തുണിത്തരങ്ങൾ സംഭരിച്ചിരിക്കുന്ന ഒരു കാഴ്ച. രണ്ടു തരത്തിൽ തുണിത്തരങ്ങളുണ്ട്. ഒന്ന് ഈ ബനിയൻ രീതിയിലുള്ള തുണിത്തരങ്ങളും മറ്റൊന്ന് പോളിസ്റ്റർ രീതിയിലുള്ള തുണിത്തരങ്ങളുമായിരുന്നു ഇതിലേറിയ പങ്കും. അതിൽ ബനിയൻ തരത്തിലുള്ള തുണിത്തരങ്ങൾ പുകഞ്ഞു കത്തുമ്പോൾ പോളിസ്റ്റർ തരത്തിലുള്ള തുണിത്തരങ്ങൾ ആളിക്കത്തും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഈ തീ ഇത്ര പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതിന് പിന്നിലെ കാരണമെന്നാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം അകത്തേക്ക് വെള്ളം കൃത്യമായി പമ്പ് ചെയ്യാൻ കഴിയാതെ വന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. എന്തായാലും സമഗ്രമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ നടക്കും. വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ കൃത്യമായി ഉണ്ടായിരുന്നു. അതുമായി സംബന്ധിച്ച രേഖകളൊക്കെ കൃത്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിലാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് ഉടമയെ സംബന്ധിച്ചിടത്തോളം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്.